കുറേശ്ശെ ഉള്ളിയും വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കറിവേപ്പിലയും. നമുക്കിന്ന് മോര് കാച്ചാൻ വേണ്ടിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഉലുവയും ചേർക്കണം. അതിന് വേണ്ടി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് വറുക്കുക. അതിൻ്റെ കൂടെ ഉലുവ ഇത് പതിയെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കിനും പയ്യെ കളർ മാറി തുടങ്ങും. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജിഞ്ചർ ഗാർലിക്കും കൂടെ നമുക്ക് ആ കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. അത് ഒന്ന് മൂത്ത് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് വറ്റലമുളകും കൂടെ മുറിച്ചിട്ടാൽ ഒരു ഭംഗിക്കും ടേസ്റ്റിനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് പതിയെ മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ ഇളക്കി ഒന്ന് മൂത്ത് ഇച്ചിരി എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുവാണേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി എല്ലാത്തിനും കൂടുതലിടുന്ന കൂട്ടത്തിലാണ് കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കും കേട്ടോ. അന്നേരം ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ തൈര് നല്ല കട്ടത്തൈരായിരുന്നു. അത് പതിയെ ഒന്ന് ഇളക്കിയിട്ട് ഞാനിങ്ങ് ഇട്ടതേ ഉള്ളൂ. അത് ആവശ്യത്തിന് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തിളക്കരുത് കേട്ടോ. പതിയെ നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. താങ്ക്